ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേതുവിനെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം താൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ സേതുവിനെ ഋതുക വെല്ലുവിളിക്കുമ്പം അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്നും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിൽപ്പത്രത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം നടത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് സേതു ഋതുകയെയും വെല്ലുവിളിക്കുക. എൻ്റെ കല്യാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, നിന്റെ കല്യാണം അത് ഞാൻ നടത്തിയിരിക്കും, എങ്കിലേ നിങ്ങൾക്ക് ഞാനൊരു ഷെയ്ക്കാൻഡ് തരുമെന്ന് പറഞ്ഞപ്പം നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകി നിൽക്ക്, നല്ല മിടുക്കിയായിട്ട്. അടുത്ത് തന്നെ നിനക്ക് എന്നെ ഷെയ്ക്കാൻഡ് ചെയ്യേണ്ടി വരുമെന്ന് ഏട്ടൻ അനിയത്തിയെ വെല്ലുവിളിക്കുക. ഇതൊക്കെ കേട്ട് പല്ലവി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. വാ പല്ലവി എന്നും പറഞ്ഞ് പല്ലവിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ സേതു അവിടെ നിന്ന് പോയി. ഋതുക അന്നേരം സേതുവിനെ പുച്ഛിച്ച് അവിടെ ഇരിക്കുക. ഓ എൻ്റെ ഒരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ മാനത്തോട്ട് നോക്കി ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഒരു ചേച്ചി അതിലെ വരുന്നുണ്ട്. അച്ഛമ്മയും അവിടെ നിൽപ്പുണ്ടേ. അപ്പോൾ കൈ നോക്കുന്ന ഒരു ചേച്ചിയാണ് വന്നത്. അപ്പോൾ കൈ നോക്കി പറയട്ടെ മോനെ എന്നും ചോദിച്ചാൽ വരുന്നത്. അല്ലാതെ അപ്പോൾ എൻ്റെ കൈ നോക്കി ആരും ഒന്നും പറയണ്ട, അല്ലാതെ തന്നെ എനിക്ക് എന്നെപ്പറ്റി എല്ലാം അറിയാവുന്ന ഇന്ദ്രൻ ആ ചേച്ചിയോട് പറയാം കേട്ടോ. ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ എനിക്കറിയാം. അപ്പം കൈനോട്ട ശാസ്ത്രമാണ് മോനെ എന്നാ ചേച്ചി പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, എനിക്കിപ്പോൾ ശാസ്ത്രത്തിൽ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പം അഹങ്കാരിയാണെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഒന്നും പഠിച്ചില്ലല്ലേ എന്നൊക്കെ ആ ചേച്ചി ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു ഇന്ദ്രൻ. ഭാര്യ ഉപേക്ഷിച്ച് പോയില്ലേ, എന്ത് ശരിയല്ലേ എന്ന് ചോദിച്ചു ആ ചേച്ചി. എന്നും പറഞ്ഞു ഇന്ദ്രൻ. അതിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ മുഖത്തുണ്ടല്ലോ അതല്ലേ പറഞ്ഞത്, മുഖം നോക്കി ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിലേ കൈ നോക്കി എന്തെല്ലാം പറയാൻ പറ്റും എന്ന് ചോദിക്കും കേട്ടോ അയാൾ ഇന്ദ്രനോട് ആ ചേച്ചി. എന്നിട്ട് പറ, കൈ നീട്ടി കാണിച്ചിട്ട് എന്നിട്ട് പറ, പോയി ഭാര്യ തിരിച്ചു വരുമെന്ന് പറ എന്നും പറഞ്ഞ് ഇന്ദ്രൻ. അപ്പത്തേനും ആ ചേച്ചി കണ്ണാടി എടുത്ത് ഇന്ദ്രൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ അച്ചമ്മ അതെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയുടെ മുൾമനയിലിരിക്കുന്നു. ആ ചേച്ചി ആണെങ്കിൽ കൈ ഇങ്ങനെ നോക്കിയിട്ട് ഇന്ദ്രനെ ഇടയ്ക്ക് നോക്കുന്നു. അപ്പോഴേക്കും അച്ഛമ്മ ഇവരുടെ അടുത്തേക്ക് വന്നു. പുതിയ വർഷം നിങ്ങളൊരു അച്ഛനാകുമെന്നൊക്കെ അന്നേരം പറഞ്ഞു. നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിക്കുമെന്നും പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ? അപ്പോൾ അച്ഛമ്മ അന്തം വിട്ട് നിൽക്കുക. നോക്ക് എന്നും പറഞ്ഞ് ഇന്ദ്രനി ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ അച്ഛമ്മ അങ്ങോട്ട് വന്നപ്പോൾ കേട്ടോ അച്ഛമ്മ ഇവർ പറഞ്ഞത്, എനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന്. അപ്പോൾ പല്ലവി തിരിച്ചു വരുമായിരിക്കും അല്ലേ അച്ഛമ്മ എന്ന് ഇന്ദ്രൻ. അല്ലാതെ പിന്നെ എങ്ങനെ കുഞ്ഞ് ജനിക്കാനോ എന്ന് ചോദിച്ചപ്പോൾ പല്ലവി എന്നാണോ ഭാര്യയുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ അതെ, പല്ലവി തിരിച്ചു വരുമെന്ന് രേഖകൾ പറയുന്നില്ല എന്നാ ചേച്ചി പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ നിങ്ങളൊരച്ഛനാകും എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ നിൽക്കുക. കുഞ്ഞ് പിറക്കുമെന്നുള്ള കാര്യം അത് ഉറപ്പാണെന്നും പറഞ്ഞു. അപ്പോഴും ഇന്ദ്രൻ ആലോചിക്കുക അതെങ്ങനെ, പക്ഷേ ഭാര്യ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാര്യ തിരിച്ചു വരാതെ എങ്ങനെയാ ഇവൻ അച്ഛനാകുന്നതെന്ന് അച്ഛമ്മ ചോദിച്ചു. അല്ല, ഇവൻ വേറെ വിവാഹം കഴിക്കുമെന്നാണോ പറയുന്നത് എന്ന് അച്ഛമ്മ ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നച്ഛമ്മ അതെങ്ങനെ നടക്കും, വേറെ കല്യാണം കഴിക്കണമെങ്കിൽ ഡിവോഴ്സ് നടക്കണ്ടേ എന്ന് ചോദിക്കുക. അതിനൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞു. പിന്നെ എങ്ങനെ കല്യാണം നടക്കാനാ, അതൊന്നും എനിക്കറിയില്ല മോനെ, പക്ഷെ കുഞ്ഞ് ജനിക്കുമെന്ന് കയ്യിൽ കാണുന്നുണ്ട്, ആ ഒരു യോഗം നിങ്ങൾക്കുണ്ടെന്നും ആ ചേച്ചി പറഞ്ഞു. എൻ്റെ പ്രവചനം അതൊരിക്കലും തെറ്റില്ല, കണ്ടോളാൻ ആ ചേച്ചി പറഞ്ഞപ്പം ഇന്ദ്രൻ ആലോചന തുടങ്ങി. അതെങ്ങനെ എന്ന് അത്രയും പറഞ്ഞിട്ട് ആ ചേച്ചി അങ്ങ് പോകുമ്പം അത് ദക്ഷിണ വേണ്ടേന്ന് ചോദിച്ചു ഇന്ദ്രൻ. വേണ്ട, ഞാൻ കാശിന് വേണ്ടി അല്ലാതെയും കൈ നോക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതും പറഞ്ഞാൽ ചേച്ചി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇതെന്താണെന്ന് ആലോചിച്ച് ഇവരിയ്ക്കും. ഒരു എത്തുംപിടി ഇവർക്ക് കിട്ടിയില്ല. അതെ, എന്താ അച്ഛമ്മ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം? പല്ലവി അല്ലാതെ വേറെ ആരെങ്കിലും എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുമോ? എനിക്ക് എങ്ങനെയാണ് അറിയാവുന്നേ? എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൈനോട്ടക്കാരിയുടെ പ്രവചനം നടക്കുമെന്നറിയാലോ, തെറ്റുമെന്ന് നോക്കാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് നല്ലോണം അറിയാം ഭാവി പ്രവചിക്കാനായിട്ട്. കൊള്ളാം, മേടിക്കുക അവര് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. മേടൊക്കെ എന്നും പറഞ്ഞ് ഇന്ദ്രൻ്റെ കയ്യിലിരിപ്പോൾ എന്താണെന്ന് ഇന്ദ്രൻ അറിയാമല്ലോ, അതുകൊണ്ട് ഇന്ദ്രൻ അവിടെ അങ്ങനെ അതും പറഞ്ഞിരിക്കാം. ഇത് കഴിഞ്ഞ് പിന്നെ പൊന്നുമടത്തിൽ പൂർണ്ണിമ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. ബേബി ചേച്ചി വിളമ്പി കൊടുക്കുന്നു. ആ സമയത്ത് നമ്മുടെ ബേബി ചേച്ചി ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മരുന്ന് കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് കഴിക്കുന്നത് മാത്രം എന്ന് പൂർണ്ണിമ പറയുക. ഇങ്ങനെ സങ്കടപ്പെടാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായെന്ന് പൂർണ്ണിമയോട് നമ്മുടെ ബേബി ചേച്ചി ചോദിക്കുമ്പം ഒന്നും ഉണ്ടായില്ലേ, എൻ്റെ സ്വപ്നങ്ങൾ മുഴുവനും തകർത്തില്ലേ ബേബി ഒരു ഓട്ടോക്കാരൻ, അങ്ങനെ ഒരുത്തനാണോ എൻ്റെ മരുമകനായിട്ട് വരേണ്ടിയിരുന്നതെന്ന് ചോദിച്ചപ്പം ശ്രീഹരി നല്ലവനല്ലേ എന്ന് ചോദിച്ചു ബേബി ചേച്ചി. അത് എനിക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേതുവും പല്ലവിയും കഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ സേതു ഇരിക്കുക എന്ന് പറഞ്ഞ് ബേബി ചേച്ചി വിളിച്ചു. സേതു ആണെങ്കിൽ ഇങ്ങനെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴേക്കും സേതു വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ബേബി ചേച്ചി നിർബന്ധിച്ചത് കാരണം സേതു അവിടെ വന്നിരുന്നപ്പോഴേക്കും നമ്മുടെ പൂർണ്ണിമ എഴുന്നേറ്റു.
അമ്മ പോകണ്ട, ഞാൻ പൊക്കോളാം എന്ന് നമ്മുടെ സേതു പറയുക. അന്നേരം പെട്ടെന്ന് പൂർണിമ പറഞ്ഞു, നീ എഴുന്നേറ്റ് പോകുന്നത് ഈ തീന്മേശയിൽ നിന്ന് മാത്രമായിരിക്കരുത്, ഈ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നും പറഞ്ഞ് പൂർണിമ നമ്മുടെ സേതുവിനോട് പറയുക. അപ്പൊ സേതു ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇതായി. ഒഴിഞ്ഞു തരാൻ ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? കാല് പിടിക്കണോ? വേണമെങ്കിൽ ഞാൻ അതും ചെയ്യാം, കാണണ്ട എനിക്ക് നിന്റെ ഈ മുഖമൊന്നും പറഞ്ഞു പൂർണിമ നമ്മുടെ സേതുവിനെ പാടെ തള്ളിക്കളയുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ സേതുവിന്റെ ചങ്ക് കലങ്ങി. പൂർണിമയ്ക്കും ഭയങ്കര ദേഷ്യമാണെന്നുള്ള കാര്യം മനസ്സിലായി. ബേബി ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ എന്തിനാ അമ്മേ സേതുവേട്ടനോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? പാവമല്ലേ സേതുവേട്ടനെന്ന് പല്ലവി ചോദിച്ചപ്പോൾ, പാവം എൻ്റെ നെഞ്ചത്താ ഇവൻ കുത്തിയതെന്നും പറഞ്ഞ് പൂർണിമ ഭയങ്കര ഡയലോഗാ. ഞാനതെങ്ങനെ സഹിക്കും? നിനക്കറിയാവല്ലോ, മക്കളും മുഴുവനും എതിർത്തതാ ഇവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കരുതെന്നും പറഞ്ഞ്. അന്നൊന്നും ഞാനത് കേട്ടില്ല. എന്നിട്ടും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തത്. അന്ന് എൻ്റെ മക്കൾ പറഞ്ഞാലേ ശരിയായില്ലേ? നീ സൂക്ഷിച്ചോ, തരം കിട്ടിയാ ഇവൻ നിന്നെയും ചതിക്കും എന്ന് പറഞ്ഞ് പല്ലവിയോട് പൂർണിമ പറയുന്നു. ഇത് കേട്ടപ്പോഴും സേതുവിൻ്റെ നെഞ്ച് പിടയുക. അത്രയും പറഞ്ഞിട്ട് പൂർണിമ അവിടുന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി. പൂർണിമ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സേതു ഭയങ്കര കരച്ചില്, ഭയങ്കര സങ്കടം. അപ്പോൾ നമ്മുടെ ബേബി ചേച്ചി എന്നിട്ട് പറഞ്ഞു, മോൻ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ, സ്നേഹമുള്ളിടത്തല്ലേ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ സമാധാനിപ്പിക്കുക. അമ്മയും മക്കളും ഒക്കെ ആകുമ്പോഴേ ഇതുപോലുള്ള പിണക്കങ്ങളൊക്കെ പതിവാന്നേ, മോൻ അതോർത്ത് സങ്കടപ്പെടണ്ട, കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറിക്കോളൂ എന്നും പറഞ്ഞു. അമ്മ പറയുന്നത് മോൻ മനസ്സിലേക്ക് എടുക്കണ്ട കേട്ടോ, അതിപ്പോഴത്തെ ആ ഒരു സങ്കടം കൊണ്ട് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞു. സങ്കടം മാറുമ്പോഴേ അമ്മ പഴയതുപോലെ തന്നെ ആവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സേതു അങ്ങ് പോയി. മോൻ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട ബേബി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുക നമ്മുടെ സേതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പല്ലവി സേതുവിൻ്റെ കൂടെ പോവുക. അവിടെ പോയി നിന്ന് സേതു ഭയങ്കര കരച്ചില്. അപ്പോൾ പല്ലവി പിന്നാലെ ചെന്നു. ഞാൻ കാരണം സേതുവേട്ടൻ ഇതൊക്കെ സഹിക്കേണ്ടി വരികയാണല്ലോ. പറയായിരുന്നില്ലേ സേതുവേട്ടന് ഒന്നും ചെയ്തത് സേതുവേട്ടനല്ല എന്നുള്ളത്? എല്ലാം എൻ്റെ മാത്രം തീരുമാനമായിരുന്നെന്ന് പറഞ്ഞുകൂടായിരുന്നു? അത് സേതുവേട്ടൻ അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാ പല്ലവി അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പം ഞാനത് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ആരും വിശ്വസിക്കില്ല പല്ലവി. അങ്ങനെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞു. പല്ലവി അവരുടെ മുന്നിൽ മോശക്കാരിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം പിന്നെ ഞാൻ എന്തിനത് പറയണമെന്നും സേതു ചോദിക്കുക. അതിൻ്റെ ആവശ്യമില്ല എന്ന് പല്ലവിക്ക് അറിയാവോ? ഞാൻ സേതുമാധവൻ ഞാൻ ഒഴിവാക്കപ്പെട്ടവനാ, നീക്കി നിർത്തപ്പെട്ടവൻ. ഞാൻ പണ്ട് തൊട്ടേ ഇതെല്ലാം അനുഭവിച്ച് തന്നെ ജീവിച്ചത്. എല്ലാവരും ഒന്നായിട്ടും അനാഥനെ പോലെ വളരേണ്ടി വന്നവനാണ് ഞാൻ. ഈ സേതു ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞു തീർത്തിട്ടുണ്ട്. സേതുമാധവൻ എല്ലാവരും കൂടെ ചേർന്ന് ഒരുപാട് പേരുകൾ തന്നിട്ടുണ്ട്. അഹങ്കാരി, നിഷേധി, തല്ലുകൊള്ളി, അങ്ങനെ ഒരുപാട് പേര്. അതെല്ലാം തരണം ചെയ്ത് തന്നെയല്ലേ സേതുമാധവൻ ഇവിടം വരെ എത്തിയതെന്നൊക്കെ പല്ലവിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നും എൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തുനിന്നും എനിക്ക് കിട്ടിയത് അവഗണനകളും ദേഷ്യവും വഴക്കും തല്ലും മാത്രമാണെന്നൊക്കെ പറഞ്ഞ് സേതു ഇങ്ങനെ പല്ലവിയുടെ മുന്നിൽ മനസ്സ് തുറക്കുക. ഇതിലും തനിക്ക് വിഷമവും ഇല്ലെന്നും തല്ലും അടിയും വഴക്കും അവഗണനകളും ഏറ്റ് കല്ലായി മാറിയൊരു മനസ്സാണ് എൻ്റേതെന്നും അതിലേക്ക് ഇതൊന്നും ഏക്കാൻ പോകുന്നില്ലെന്നും സേതു ഇങ്ങനെ പറയാം. അപ്പോൾ എല്ലാം സഹിക്കാനുള്ള കഴിവ് ഈ സേതുവിനുണ്ടെന്നൊക്കെ സേതു പല്ലവിയോട് പറഞ്ഞിങ്ങനെ ഭയങ്കര സങ്കടപ്പെടുക. മുൻപിൻ നോക്കാതെ നേരത്തെ ഞാൻ എടുത്ത് ചാടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഒന്നും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല, അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു എന്നും മറ്റുള്ളവരുടെ സുഖത്തിനും സമാധാനത്തിനും വേണ്ടി ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ സേതു പല്ലവിയോട് മനസ്സ് തുറന്ന് പറയുമ്പോൾ പല്ലവിക്ക് എന്ത് പറയണമെന്നറിയില്ല. അല്ലാതെ സ്വന്തമായിട്ട് സേതുമാധവൻ ഇന്നുവരെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ഒന്നും ചെയ്യണമെന്ന് കൊതിച്ചിട്ടുമില്ല പല്ലവി. അങ്ങനെ ഞാൻ ശീലിച്ചിട്ടില്ല പല്ലവി എന്നൊക്കെ സേതു പല്ലവിയോട് പറഞ്ഞിങ്ങനെ തൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ഇറക്കി വയ്ക്കുക. എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് എവിടുന്നോ വന്ന് എവിടേക്കോ കടന്നു പോകുന്ന ഒരാളാണ് ഞാനെന്നൊക്കെ സേതു ഇങ്ങനെ പറയുന്നു. ആരും എന്നെപ്പറ്റി ഓർക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല പല്ലവി. എന്തായാലും നല്ലത് നടക്കണം, എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ സേതുവിൻ്റെ മനസ്സിലെ സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിയുടെ നെഞ്ച് പൊട്ടിപ്പോകുന്ന വേദനയാണ്. ഒന്നിലും എനിക്ക് സങ്കടമില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ സേതു കരയുന്നത് കണ്ടപ്പോൾ പല്ലവിയുടെ കയ്യിൽ നിന്ന് പോയി. പല്ലവി ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെടുക. ഇനി ആർക്കും സേതുമാധവനെ വിഷമിപ്പിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സേതുവേട്ടാ ഇത്? സേതുവേട്ടൻ്റെ സംസാരവും ഇങ്ങനെയൊക്കെ ആണെങ്കിലും സേതുവേട്ടൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആര് സേതുവേട്ടനെ പറ്റി ഓർത്തില്ലെങ്കിലും ഞാൻ ഓർക്കാം. കല്ലായി പോയി എന്ന് സേതുവേട്ടൻ പറഞ്ഞില്ലേ, ആ കല്ലിൻ്റെ മുകളിൽ നല്ല മധുരമുള്ള കരിമ്പ് പൂത്ത് നിൽക്കുന്നത് എനിക്ക് കാണാമെന്ന് പല്ലവി സേതുവിനോട് പറയുക. സേതു കരയുന്നു, പല്ലവിയും കരയുന്നു.
അങ്ങനെ പല്ലവി നമ്മുടെ സേതുവിനെ കുറച്ചുകൂടി ബോൾഡാക്കി എടുക്കാൻ നോക്കുക. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ സേതുവേട്ടാ, നമുക്കറിയാലോ സേതുവേട്ടാ സത്യം. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അത് മനസ്സിലാക്കുന്ന ദിവസം വരും സേതുവേട്ടാ. സേതുവേട്ടൻ കാത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവനായിരിക്കില്ല അന്ന് സേതുവേട്ടൻ, ചേർത്ത് നിർത്തപ്പെട്ടവനായിരിക്കും, അതിനൊരു സംശയവും വേണ്ടാന്നും പറഞ്ഞ് പല്ലവി പറയുക. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളായി എൻ്റെ സേതുവേട്ടൻ മാറുമെന്നും പറഞ്ഞു. അന്ന് സ്നേഹം കൊണ്ട് തുലാഭാരം നടത്തും സേതുവേട്ടൻ എല്ലാവരും, അതിന് ഒരു സംശയം വേണ്ട. അതിനിനി അധികകാലം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല സേതുവേട്ടാന്നും ആ ദിവസം അടുത്തു കഴിഞ്ഞു എന്നും പല്ലവി സേതുവിനോട് പറയുക. സേതുവേട്ടൻ കണ്ടോ എന്നും പറഞ്ഞു പല്ലവി ഇങ്ങനെ സേതുവിനെ ധൈര്യത്തോടെ സമാധാനത്തോടുകൂടി ഇങ്ങനെ ഇരുത്തിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. പക്ഷെ സേതുവിൻ്റെ മനസ്സ് എത്രത്തോളം വേദനിക്കും. സേതു ഇങ്ങനെ ആകെതായിട്ട് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ മുന്നിൽ ജാമ്യം എടുക്കാൻ വേണ്ടി ഋതുക്ക എന്ന് പറയണ മോള് പോകുക. അമ്മയുടെ മുറിയിലേക്ക് പതുക്കെ അങ്ങ് ചെന്നു. മോളെ കണ്ടപ്പോഴും അമ്മ തല തിരിഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മ ഒന്ന് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് കുറെ കഴിക്കാൻ ഏതാണ്ടൊക്കെ പൊതിഞ്ഞു കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അമ്മ കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പൂർണ്ണിമ ഇങ്ങനെ ഇരിക്കുക. അതെന്തൊരു പറച്ചില്ല അമ്മേ, ഇപ്പോഴും ദേഷ്യത്തിലാണോ അമ്മ എന്ന് മകൾ അമ്മയോട് ചോദിക്കുക കേട്ടോ. ഞാൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത് തക്കതായ കാരണം ഉണ്ടായിട്ടല്ലേ, അപ്പൊ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പൂർണിമ ഋതികയോട് പറഞ്ഞു. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഈ വീട്ടിൽ എൻ്റെ വാക്കിന് ഒരു വിലയുണ്ടായിരുന്നു എന്നും അച്ഛൻ പോയതോടെ അതെല്ലാം പോയി എന്നും പറയുവാണ് പൂർണിമ. നിങ്ങളൊക്കെ വലുതായില്ലേ, സ്വന്തം തീരുമാനങ്ങളൊക്കെ എടുക്കാനും പ്രാപ്തരായി. ഇനിയിപ്പോൾ എന്തിനാലേ ഞാനെന്ന് ചോദിക്കുമ്പോൾ അമ്മേ അച്ഛന് വന്ന ഒരു ആലോചന, ആ ചെറുക്കനെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാ അമ്മയെന്ന് ഋതിക നേരം പൂർണിമയോട് ചോദിക്കുക. നാളെയും പരസ്പരം മുഖത്ത് നോക്കി ജീവിക്കേണ്ടവരല്ലേ ഞങ്ങള്, എനിക്കതിന് കഴിയില്ല എന്ന് പൂർണിമയോട് മകള് പറയുക. അതുമാത്രമല്ല ബിസിനസ് അതൊന്നും വലുതാക്കി എടുക്കണമെന്നുണ്ടമ്മേ എനിക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗാ. ഒരു കുടുംബമായാലേ അതിനൊന്നും സാധിച്ചെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ ഋതിക ഇങ്ങനെ പറയുക. സമയമാകുമ്പോൾ ഞാൻ തന്നെ അമ്മയോട് പറയാം, അതുവരെ അമ്മയൊന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഋതുക അമ്മയെ സോപ്പിട്ട് കുപ്പിയിലാക്കാൻ നോക്കുക. പിന്നെ അമ്മതേ ഇത് കഴിക്കാം, എൻ്റെ അമ്മ കഴിക്കാതിരിക്കില്ല, മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ നിർബന്ധിച്ച് മകൾ അമ്മയെ കൊണ്ട് കഴിപ്പിക്കുക. അങ്ങനെ അമ്മ മനസ്സോടെ ആണെങ്കിലും അവിടെ ഇരുന്ന് കഴിക്കുക കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അമ്മയുടെ മനസ്സിൽ ഭയങ്കര ദേഷ്യം. പ്രതാപൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതാണല്ലോ, ചിരിച്ച് കളിച്ച് നടക്കും എന്നൊന്നും വിചാരിക്കണ്ട, പകയുള്ളവനാണെന്നും അവന് നല്ല ദേഷ്യം വന്നു കാണുമെന്നും പൂർണിമ ഋതികയോട് പറയുന്നു. പിന്നെ അവനെ നീ ഒന്ന് പോയി കാണണമെന്നും ഒന്നും ഇപ്പോൾ ഉണ്ടായ ദേഷ്യമൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കണമെന്നും പറഞ്ഞു. നമ്മളെന്തിനാ വെറുതെ ഒരാളെ ശത്രുവാക്കുന്നത്, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം, ആ വിഷയം അമ്മ എനിക്ക് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ചു കല്യാണം കഴിഞ്ഞു എന്ന് കരുതി എല്ലാം തീർന്നു എന്ന് കരുതുന്നതേ അത് വെറും മണ്ടത്തരം തന്നെയായിരിക്കും. ശ്രീഹരിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിച്ചേ പറ്റൂ. അതിനേക്കാളും നല്ല ബന്ധം അച്ചുവിന് വേറെ കിട്ടും അമ്മേ. അമ്മ മനസ്സ് വെച്ചാലേ എല്ലാം നടക്കുമെന്ന് പറഞ്ഞ ഋതുക ഇങ്ങനെ അമ്മയെ മെരുവ് കയറ്റി കൊടുക്കുക. എന്ത് വില കൊടുത്തും അയാളെ പുറത്താക്കണം, നമ്മുടെ വീടിന് അപമാനം അമ്മേ ശ്രീഹരി എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വേണ്ടത് ചെയ്തോളാമെന്ന് പൂർണിമ പറയുന്നത് കേട്ടപ്പോൾ ഋതിക്ക് സന്തോഷമായി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അത് ഞാൻ ചെയ്തോളാം, സമയമാകുമ്പോൾ എല്ലാം നടക്കും എന്നും പറഞ്ഞിങ്ങനെ പറയുക. പിന്നെ ആ പല്ലവിയോ അമ്മേ എന്ന് ഋതുക ചോദിച്ചപ്പം ചെയ്തോളാമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പൂർണിമ ചോദിച്ചു. പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം എനിക്കറിയാമെന്ന് പറയുമ്പോഴാണ് ഋതികയ്ക്ക് സമാധാനമായത്. ഋതിക ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. ഇനിയിപ്പോൾ താൻ സ്വയം പണിയെടുക്കാതെ കാര്യങ്ങളെല്ലാം നടത്തി കിട്ടുമല്ലോ എന്നുള്ളൊരിതിൽ അമ്മ കഴിക്കേ എന്നും പറഞ്ഞിട്ട് മോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പൂർണിമ എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അച്ചുവിനെയും നമ്മുടെ ഹരിയെയും ആട്ടോ. അപ്പോൾ ഹരി ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ചു നേരെ ഹരിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അച്ചുവിനെ കണ്ടപ്പോൾ ഹരി എഴുന്നേറ്റു. എന്തിനാ എഴുന്നേറ്റത്, ബഹുമാനം കൊണ്ടാണോ എന്ന് അച്ചു ഹരിയോട് ചോദിച്ചു. എനിക്ക് ഈ വീട്ടിൽ എല്ലാവരും പേടിയാ അച്ചു, സത്യം പറഞ്ഞാൽ മുറിക്ക് പുറത്തിറങ്ങാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്ന് ഹരി അച്ചുവിനോട് പറയാം. ഋതുവിനും സ്വാതിക്കൊക്കെ എന്നെ കാണുമ്പോൾ ഒരു പരിഹാസമാ, ആരും ഇല്ലാത്തവൻ, അനാഥൻ, കുത്തുവാക്ക് കേട്ട് ഞാൻ മടുത്തു എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ഹരി പറയുമ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോഴേ തിരിച്ച് അങ്ങോട്ടും പറയണം, ഈ വീട്ടിൽ എനിക്കും ഉണ്ട് അവകാശമെന്ന് നമ്മുടെ അച്ചു പറഞ്ഞു. അതൊക്കെ പോട്ടെ, സേതുവേട്ടനുണ്ടല്ലോ, പിന്നെ എന്തിനാ അവരെ കാണുമ്പോൾ തല താഴ്ത്തി നിൽക്കുന്നതെന്ന് അച്ചു ചോദിക്കുന്നത് കേട്ടപ്പോൾ. എന്നാലും അവരുടെയൊക്കെ മുന്നിൽ ഞാനൊരു തെറ്റുകാരനല്ലേ എന്ന് ചോദിച്ചു ഹരിയെ. അത് കേട്ടപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഹരിയോട്, സേതുവേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ഹരി എന്നെ കല്യാണം കഴിച്ചത് എന്ന് അച്ചു ചോദിച്ചപ്പോൾ ഹരിക്ക് മിണ്ടാട്ടോ ഇല്ല. ഹരിയുടെ മനസ്സിൽ ഒരല്പം പോലും സ്നേഹം എന്നോടില്ലേ എന്നൊക്കെ അച്ചു ചോദിച്ചു. ഹരിക്ക് മറുപടി പറയണമെന്ന് അറിയില്ല.
എങ്കിൽ ഇപ്പം തന്നെ ഊരാട്ടോ ഈ താലി എന്നും അച്ചു പറഞ്ഞു. എന്നെ സ്നേഹിക്കാത്ത ഒരാളോടൊപ്പം കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹരി ആകെ ധർമ്മസങ്കടത്തിലായി. നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളോടൊപ്പം മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് നമ്മുടെ അച്ചു പറയുക. ഹരി നിന്നിങ്ങനെ വട്ടം കറങ്ങുക, ഹരിക്ക് ഒന്നും പാടില്ലാത്തൊരവസ്ഥ. അപ്പോൾ എനിക്ക് സ്നേഹമൊക്കെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് പ്രകടിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ കിട്ടാതെ പോകുന്ന സ്നേഹം അത് സ്നേഹമല്ല ഹരി. അത് ഹരിക്ക് അറിയോ? ഇഷ്ടമാകുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഇഷ്ടപ്പെടുന്ന ആൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുമ്പോഴാണെന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ ഹരിയോട് പറയുന്നു. പാവം പേടിച്ച് വരച്ച് നിൽക്കുക. അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ മനസ്സിൽ. അതാ ഇങ്ങനെയൊക്കെ. ഒരുപാട് കാലമൊന്നും ഞാനിത് സഹിക്കില്ല കേട്ടോ. കാത്തിരുന്ന് മടുത്തു കഴിഞ്ഞാലേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹരിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്കും ഇങ്ങനൊരു പിടുത്തം അങ്ങ് പിടിക്കും, എന്നിട്ട് ഇങ്ങനെ വലിച്ചടുപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു ഇങ്ങനെ പറയാം. പിന്നെന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ അറിയാമല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഹരി ഇങ്ങനെ പേടിച്ച് വരച്ചൊരു മാൻപേടയെ പോലെ നിൽക്കുക. അപ്പോൾ എന്നെ കൊണ്ടേ അത് ചെയ്യിക്കരുത് കേട്ടോ എന്ന് അച്ചു ഇങ്ങനെ ഹരിയോട് പറയുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഹരി പേടിച്ച് നിൽക്കുന്നു. അച്ചു അന്നേരത്തേന് ഒരു ഒറ്റ ചിരി പൊട്ടിച്ചിരിച്ചു. ആ സമയം നമ്മുടെ ഹരി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പെട്ടെന്ന് പേടിച്ചു പോയോ എന്ന് അച്ചു ചോദിച്ചു. ഞാൻ വെറുതെ ഒരു തമാശയൊക്കെ കാണിച്ചതല്ലേ, ഇങ്ങനത്തെ തമാശകളൊന്നും വേണ്ട കേട്ടോ. അപ്പം എങ്ങനെ അല്ല, ഇപ്പോൾ കാണിച്ചതുപോലുള്ള തമാശകളെ ഒന്നും വേണ്ട, അപ്പം ഇനിയും ഞാൻ കാണിക്കും. അപ്പോഴോ എന്ന് അച്ചു ചോദിച്ചു. എന്ത് ചെയ്യും? കേസ് കൊടുക്കുമോ? കൊടുത്തോ, എന്നാൽ പിന്നെ കൊണ്ട് കേസ് കൊടുത്തോളാൻ പറഞ്ഞിട്ട് നമ്മുടെ അച്ചു ഇങ്ങനെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അവിടെ നിന്ന് അങ്ങ് പോകുന്നു. പാവഹരി പേടിച്ച് വരച്ചാൽ നേരം നിൽക്കുക. ഹരിക്കാണെങ്കിൽ പേടി കാരണം ഒരു രക്ഷയില്ല. അപ്പോൾ ഹരി ഒരു പാവമാണെന്നും ഈ പാവത്തൊക്കെ പെട്ടെന്ന് മാറ്റിക്കോ, അല്ലെങ്കിൽ എന്ന് പറയാൻ നമ്മുടെ ബാക്കി ഞാൻ പറയുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ അച്ചു ഹരി ഇങ്ങനെ മുൾമുനയെ നിർത്തിക്കൊണ്ടിരിക്കുക. കിടന്നുറങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്നും പറയാം. നമ്മുടെ അച്ചു അങ്ങ് കയറി കിടന്നു. പാവ ഹരി അപ്പുറം സൈഡിൽ പോയി ഒരു മൂലയ്ക്ക് ഇങ്ങനെ കിടക്കും, നടുക്ക് തലേണ്ണയൊക്കെ വെച്ച് അങ്ങനെ കിടക്കുന്നു. ഹരിക്കാണെങ്കിൽ പേടിയാണോ ഇഷ്ടമാണോ എന്തൊക്കെയോ ഒരിത്. അച്ചു ആണെങ്കിൽ ഹരിയിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. ഹരി ആണെങ്കിൽ അച്ചുവിനെ നോക്കുമ്പോൾ എല്ലാം നമ്മുടെ അച്ചു ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോഴേക്കും ഹരി ഇങ്ങനെ പേടിച്ച് കിടക്കുമല്ലേ. ആ ഇടയ്ക്കിരിക്കുന്ന പില്ലോ എടുത്ത് നെഞ്ചിലേക്ക് വെച്ചു നമ്മുടെ അച്ചു. അപ്പോഴത്തേക്കും ഹരിക്ക് പേടിയായി. ഹരി വേഗം തന്നെ ആ പില്ലോ അച്ചുവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നടുക്ക് വെച്ചു. അപ്പോഴും അച്ചു ഭയങ്കര കരച്ചിൽ, ചിരി. അങ്ങനെ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കോട്ടെ. ഹരിയുടെ ഈ ഒരു നിഷ്കളങ്കതയൊക്കെ കണ്ടിട്ട് നമ്മുടെ അച്ചുവിനും ശരിക്കും ആ ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.